നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കഴിഞ്ഞ 18 ദിവസമായി കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്നു. നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. നാട്ടുകാർ കൊല്ലം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി 1-ാം വാർഡിലെ ജനങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്. ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവം. കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് അവസാന ഘട്ടത്തിലേക്ക്. ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. പത്തനാപുരം തച്ചക്കോട് ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. പ്രധാനപാതയിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവം. ഒളിവിലായിരുന്ന 3 പേർ കീഴടങ്ങി. മഞ്ഞപ്പാറ സ്വദേശികളായ അനസ്, നാസിം, കടക്കൽ ആനപ്പാറ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും ഏലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ 18 ദിവസമായി കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്നു. നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. പ്രതിഷേധിച്ച് നാട്ടുകാർ കൊല്ലം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി 1-ാം വാർഡിലെ ജനങ്ങളാണ് കുടിവെള്ളം കിട്ടാതെ ദുരിതത്തിലായിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ മരുത്തടി പ്രദേശത്ത് വെള്ളം വന്നിട്ട് ഏതാണ്ട് 10-18 ദിവസമായി. ഇതുവരെയും എല്ലാവരും വന്ന് നോക്കുന്നതല്ലാതെ, അധികാരികൾ ഇവിടെ വന്ന് നോക്കുന്നതല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെയും വെള്ളത്തിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ പണി വന്നതിന് ശേഷമാണ് ഇത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നത്. നേരത്തെ ഞങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് വെള്ളം ഡയറക്റ്റ് കയറുമായിരുന്നു. ഇപ്പം താഴത്തെ ടാങ്കിൽ പോലും വെള്ളം വരുന്നില്ലെന്നുള്ളതാണ്. കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി 1-ാം വാർഡിൽ കറങ്ങയിൽ ജംഗ്ഷൻ മുതൽ തട്ടാത്തറ വരെയുള്ള 250ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 18 ദിവസമായി കുടിവെള്ളം കിട്ടാതെ വലയുന്നത്. പ്രദേശവാസികൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത സ്ഥിതിയാണ്. 2 വർഷം മുമ്പ് മരുത്തടി ഡിവിഷനിലെ 1ഉം 2ഉം വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിച്ചതിനു ശേഷമാണ് പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ഭിന്നശേഷി കുട്ടികളുള്ള വീടുകളും ദുരിതത്തിലാണ്. 20 ദിവസമായി ഞങ്ങൾക്ക് വെള്ളമില്ലാതായിട്ട്. ഒരു ഭിന്നശേഷി കുട്ടിയുള്ള ഒരു അമ്മയാണ് ഞാൻ. അതിന് ബാത്റൂമിൽ കയറണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. അതിന് 20 ദിവസം കൊണ്ട് അതിനോട് മഴവെള്ളത്തിലാണ് ഞങ്ങൾ ഇതുവരെ മുന്നോട്ട് പോയത്. നാളെ മുതൽ കഴിഞ്ഞ വർഷം വെള്ളമില്ലായിരുന്നപ്പം 25,000 രൂപ ചിലവാക്കി ബോർവീലർ അടിച്ചു. ഞങ്ങൾക്ക് ആ വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല, ചേറ് വാട കാരണം. ആ കുഞ്ഞിനോട് മോനെ വെള്ളം ചീത്തയാക്കലേ, കുറച്ചേ ഉള്ളൂ, ഉപയോഗിച്ച് കളയലേ എന്ന് പറഞ്ഞ് അതിനോട് എത്ര ദിവസം പറഞ്ഞു കൊടുക്കാൻ പറ്റും? അതറിയാത്തൊരു കുഞ്ഞല്ലേ. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളം തന്നെ, ഒന്നെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വെള്ളം തന്നേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്ക് കുടിവെള്ളം നടന്ന് കാശ് കൊടുത്ത് മേടിക്കാൻ ഞങ്ങൾക്ക് പൈസയൊന്നും ഇല്ല. സ്കൂൾ തുറന്നതോടെ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഓരോ കുടുംബവും. ഞങ്ങൾ ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് കിടക്കുന്നവരാണ്. ഈ 2 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾക്ക് എവിടെ വെള്ളമില്ലെങ്കിലും ഞങ്ങൾക്ക് വെള്ളം വരുമായിരുന്നു. ഈ 2 കൊല്ലം കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു പൊടി വെള്ളം കിട്ടാത്തത്. ഇന്നിപ്പോൾ ഈ 19ാമത്തെ ദിവസമാണ്. ഞങ്ങളെല്ലാം കുടിവെള്ളം കുപ്പിവെള്ളം മേടിച്ചാണ് പാചകം ചെയ്യുന്നത്. എത്ര ദിവസവും സാറേ ഇങ്ങനെ നടക്കുന്നത്? ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് മുമ്പ് ഭർത്താവിന് ജോലിക്ക് പോകണം. 7 മണിക്ക് മുമ്പൊക്കെ ഞങ്ങൾ എവിടെ പോയി വെള്ളം കൊണ്ടുവന്ന പാചകം ചെയ്ത് കൊടുക്കണ്ടേ? നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതായതോടെയാണ് നാട്ടുകാർ കൗൺസിലർ സുമിയുടെ നേതൃത്വത്തിൽ കൊല്ലം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ഇത്രയും കാലയളവിൽ വെള്ളം കൊടുക്കുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമാണ്. കാരണം ഇവർക്ക് മാത്രമാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. നമ്മൾ വളരെ 10 വട്ടം ഇവിടെ വെള്ളം കൊടുക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഡിവിഷനിലെ മറ്റ് ഭാഗങ്ങളിൽ വെള്ളം കൊടുക്കുന്നത്. കാരണം വേറെ നിവൃത്തിയില്ല. ഏറ്റവും കൂടുതൽ വെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്ന ഈ ഏരിയയാണ്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ശാശ്വതമായിട്ടുള്ള പരിഹാരം. നമ്മൾ ഓരോ ദിവസവും വരുമ്പോൾ പമ്പിങ് തുടങ്ങി, ഇവരെല്ലാരും വിളിക്കുമ്പോൾ നമ്മളതാ പറയുന്ന, പമ്പിങ് തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് നാളെ കിട്ടും. പിറ്റേ ദിവസം നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും പറയും മറ്റന്നാൾ കിട്ടുമായിരിക്കും. നമ്മൾ വീണ്ടും വിളിച്ച് വരിക പറയുവാണ്.
പക്ഷേ ഈ എത്രയെന്ന് പറഞ്ഞിട്ടാണ് അവർ സഹിക്കുന്നത്. എൻ്റെ ഡിവിഷനിൽ ഈ കറങ്ങേൽ ജംഗ്ഷൻ മുതൽ തട്ടാന്തറ വരെയുള്ള ഏകദേശം റോഡിന് ഇരുവശങ്ങളിലുമായി ഉൾഭാഗത്തുമായിട്ട് ഒരു 200ഓളം വീടുകളിലാണ് വെള്ളം ഇല്ലാത്ത ഈ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 25ഓളം വീട്ടുകാർ നമ്മളോടൊപ്പം പ്രായമായ അമ്മമാരുൾപ്പെടെ വാട്ടർ അതോറിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നിലവിൽ ഇന്നും കൂടി ആയപ്പോൾ 18 ദിവസത്തോളമായിട്ട് അവർക്ക് ഒരു തുള്ളി പോലും പൈപ്പുകളിൽ വെള്ളം വന്നിട്ടില്ല. വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് പോലെ നമുക്ക് മുൻപ് ഈ മൈനാഗപ്പള്ളിയിൽ ഇപ്പോൾ ട്രക്ക് കയറിയിട്ട് ലൈൻ പൊട്ടുണ്ടായിരുന്നു. അതിനുശേഷം പമ്പിങ് തുടങ്ങി എല്ലാവർക്കും വെള്ളം കിട്ടാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. ഇതുവരെയും ഇവർക്ക് വെള്ളമില്ല. അതിന് മുമ്പേ തന്നെ ഇവർക്ക് മറ്റേ ശാസ്താംകോട്ടയിലെ പ്രശ്നം മൂലം, അതായത് ഇലക്ട്രിസിറ്റി ഫെയിലിയർ മൂലം പമ്പിങ് വളരെ കുറേശ്ശെ നടക്കുന്നുള്ളെന്നാണ് അവർ അറിയിച്ചത്. അന്ന് മുതൽ, അതായത് 18 ദിവസമായിട്ട് ഇവർക്ക് വെള്ളം ലഭിച്ചിട്ടില്ല. സഹി കെട്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും പേരും കൂടി വാട്ടർ അതോറിറ്റിയിലേക്ക് വരേണ്ട ഒരവസ്ഥയിൽ വന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പൂമ്പുഴയിൽ നിന്ന് വരുന്ന വാൽവ് സാധാരണ തുറക്കുന്നതിനേക്കാളും കുറച്ചുകൂടി അധികമായിട്ട് പിരി അവർ തുറന്നിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ട് ഫോഴ്സിൽ വെള്ളം കയറ്റി നോക്കിയതിന് ശേഷം ഇത്രയും വേറെ വീടുകളിലെത്തി വാൽവ് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്താ തടസ്സം എന്നുള്ളത് തിരക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അത് ശാശ്വതമായൊരു പരിഹാരം ആവുന്നില്ല. നമ്മൾ അമൃതിലി ലൈനിൽ ഉൾപ്പെടുത്തി പുതിയ ലൈൻ കറങ്ങിയ ജംഗ്ഷൻ മുതൽ തട്ടാന്തറ വരെയെങ്കിലും, അതായത് പാലത്തിൻ്റെ അവിടെ മൂത്തെഴുത്ത് കലിങ്ങിൻ്റെ അവിടം വരെയെങ്കിലും പുതിയ ലൈൻ ഇട്ടിറണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരെടുത്ത് അറിയിച്ചിട്ടുള്ളത്. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഇന്നിപ്പം 15 ദിവസമായി ഞാൻ ഗൾഫിൽ നിന്ന് ലീവിൽ ഇവിടെ വന്ന ഒരൊറ്റ ദിവസം പോലും എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വെള്ളമില്ല. ഇവിടുന്ന് എൻ്റെ അപ്പൻ്റെ വീട് 2.5-3 കിലോമീറ്റർ അപ്പുറം. അവിടുന്ന് ഇപ്പം നേരം വെളുത്ത് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. ബാത്റൂമിൽ പോകണമെന്നും പോലും നമുക്ക് വെള്ളമില്ല. ഈ ആരടുത്ത് പോയി പരാതിപ്പെടുമെന്നും പറഞ്ഞ് ആരടുത്ത് പോയി പറയണം. ഞങ്ങൾ എങ്ങനെ ജീവിക്കും മനുഷ്യർ? 20 ദിവസമൊക്കെ ഒരു വീടുകളിൽ വെള്ളമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ മനുഷ്യർ ജീവിക്കും? ചെറിയ പാലത്തിന്റെ അടുത്ത് കൊണ്ടിട്ടിരിക്കുന്ന ഈ PVC-ക്കകത്ത് ഇത്രയും ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് എന്തുകൊണ്ട് അധികൃതർ ഇതിന് വേണ്ട നടപടി ഞങ്ങൾക്ക് തരാത്തത്? എന്താ തരാത്തത്? അപ്പൊ ഞങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി തിരിക്കാൻ തന്നെ ഞങ്ങളെ മനഃപൂർവ്വം പ്രലോഭനം ഉണ്ടാക്കുമല്ലേ ഞങ്ങളെ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമെത്തി. പത്തനാപുരം തച്ചക്കോട് ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. പ്രധാന പാതയിലെത്തിയ കാട്ടാനക്കൂട്ടം അവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ തച്ചക്കോട് ചാച്ചിപ്പുന്ന മാങ്കോട് പ്രധാന റോഡിൽ തച്ചക്കോട്ടാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു കാട്ടാനക്കൂട്ടം ഇവിടെ എത്തിയത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന പാതയിൽ കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ് ഇവിടം. ആനയെ കൂടാതെ പുലി, പന്നി, കാട്ടുപോത്ത്, കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണ്. വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിപ്പിച്ചാണ് പകലും രാത്രിയുമായി ആന ഉൾപ്പെടെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. വനം വകുപ്പ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 98 വയസ്സായിരുന്നു. മുൻ KPCC അധ്യക്ഷനായിരുന്നു. 2 തവണ KPCC അധ്യക്ഷ പദവി അലങ്കരിച്ചു. അടൂരിൽ നിന്ന് 2 തവണ നിയമസഭാംഗമായി, 3 തവണ രാജ്യസഭാംഗമായിരുന്നു. വിടവാങ്ങിയത് കോൺഗ്രസിലെ സൗമ്യ സാന്നിധ്യമാണ്. KPCC മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. 95 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 3 തവണ രാജ്യസഭാംഗവും 2 തവണ നിയമസഭാംഗവുമായിരുന്നു. 2 തവണ KPCC പ്രസിഡന്റ് പദവിയും വഹിച്ചു. കൊല്ലം ജില്ലയിലെ ഷൂർനാട് സ്വദേശിയാണ് തെന്നല ബാലകൃഷ്ണപിള്ള. മികച്ച സഹകാരിയായിരുന്നു. സൗമ്യനും മിതഭാഷിയും കളങ്കമേൽക്കാത്ത രാഷ്ട്രീയ ജീവിതത്തിനുടമയുമായ തെന്നല ഗ്രൂപ്പുകൾക്ക് അതീതനായ കോൺഗ്രസുകാരനായാണ് അറിയപ്പെടുന്നത്. 1931 മാർച്ച് 11 ഷൂർനാട് തെന്നല വീട്ടിൽ N ഗോവിന്ദപിള്ള, ഈശ്വരിയമ്മ ദമ്പതികളുടെ മകനായാണ് ജനിച്ചത്. തിരുവനന്തപുരം MG കോളേജിൽ നിന്നും BSc ബിരുദം നേടി. ഷൂർനാട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി അംഗമായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. കൊല്ലം DCC ട്രഷറർ പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. 5 വർഷം കൊല്ലം DCC പ്രസിഡന്റായിരുന്നു. ദീർഘകാലം KPCC സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1977 1982 അടൂരിൽ നിന്നും നിയമസഭയിലെത്തി. 1967, 80, 87 വർഷങ്ങളിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലയിൽ മികവ് പുലർത്തുന്നവരെ ആദരിക്കുന്നു. ജൂൺ 15-നാണ് പരിപാടി. SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജൂൺ 15-നാണ് വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുന്നത്. മികവ് 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. SSLC, +2, CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെയുമാണ് ഭരണസമിതി ആദരിക്കുക. വൈകിട്ട് 4-ന് അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൂരജ് അറിയിച്ചു. സഹകാരികൾ സഹകരിക്കുന്നുണ്ട്, നമുക്ക് ഒട്ടേറെ മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവിധ പേരുദോഷവുമില്ലാതെ അഞ്ചൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനം വരും വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെടുത്തുക, അതിന് പുതിയ തലമുറയെ നമ്മുടെ സഹകരണ മേഖലയുടെ ഭാഗമാക്കുക എന്നതുകൂടി മികവ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ എത്തിച്ചേരുന്ന കുട്ടികളുടെ ഒന്ന് CBSEക്ക് വിജയിച്ചവർ, SSLCക്ക് വിജയിച്ചവർ, അവരെല്ലാം +2 അതിലൊക്കെ ഫുൾ A+, ഏറ്റവും മികവ് തെളിയിച്ച കുട്ടികൾക്കാണ് നമ്മൾ ഈ അംഗീകാരം നൽകുന്നത്. PS സുബാലി MLA മികവ് 2025 ഉദ്ഘാടനം ചെയ്യും. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ SJ മോഹൻ, ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കപ്പൽ അപകടത്തെ തുടർന്ന് കണ്ടെയ്നറുകൾ തീരത്തടഞ്ഞ പ്രദേശങ്ങൾ ശുചീകരിക്കുന്നത് പുരോഗമിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘമാണ് ശുചീകരണം നടത്തുന്നത്. 44 കണ്ടെയ്നറുകളാണ് കൊല്ലം കരുനാഗപ്പള്ളി തീരങ്ങളിലായി അടിഞ്ഞത്. ചരക്കുകപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ 27 എണ്ണമാണ് കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത്. നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. കടൽ ഭിത്തികൾ തകർന്നതിന്റെ വിവരങ്ങൾ ഇറിഗേഷൻ വകുപ്പ് ക്രോഡീകരിച്ച് നൽകണം. മീൻവല തകർന്നുപോയ അനുബന്ധ ഉപകരണങ്ങളുടെ ഉടമകളായ മത്സ്യത്തൊഴിലാളികളുടെ വിവരങ്ങൾ ഫിഷറീസ് വകുപ്പാണ് സമർപ്പിക്കേണ്ടത്. സ്വകാര്യ വ്യക്തികൾക്കുണ്ടായ നഷ്ടങ്ങൾ കണക്കാക്കാൻ വില്ലേജ് ഓഫീസർമാരെയും ചുമതലപ്പെടുത്തി. അപകടകരമായ വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കണ്ടെത്താനായിട്ടില്ല. 44 കണ്ടെയ്നറുകളാണ് കൊല്ലം കരുനാഗപ്പള്ളി തീരത്ത് എത്തിയത്. പരിശോധിച്ചതിൽ 28 എണ്ണം ശൂന്യമാണ്. 4 കണ്ടെയ്നറുകളിലെ സാമഗ്രികൾ പരിശോധിച്ചു വരികയാണ്. ബാക്കിയുള്ളവയിൽ ഗ്രീൻ ടീ, ന്യൂസ് പ്രിന്റുകൾ, ക്രാഫ്റ്റ് പേപ്പർ, പേപ്പർ ബോർഡ് തുടങ്ങിയവയാണുള്ളത്. നിലവിൽ ഒഴുക്കുത്തോട്, തിരുമുല്ലവാരം, കാപ്പിൽ ബീച്ച്, നീണ്ടകര എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ തുടരുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘമാണ് കണ്ടെയ്നറുകൾ വന്നടിഞ്ഞ തീരപ്രദേശങ്ങൾ ശുചീകരിക്കുന്നത്. മുണ്ടക്കൽ മുതൽ താന്നി വരെയുള്ള ഭാഗത്തെ പ്ലാസ്റ്റിക് തരികൾ നീക്കി ശക്തികുളങ്ങര ഭാഗത്തുണ്ടായ മറ്റു മാലിന്യങ്ങളും മാറ്റുകയാണ്. തുടർ പരിശോധനയ്ക്കായി മലിനീകരണ നിയന്ത്രണ ബോർഡ് സാമ്പിളുകളും ശേഖരിച്ചു. എണ്ണപ്പാട കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെങ്കിലും എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സഹകരണത്തോടെ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീലനം നൽകി. MERC പ്രൈവറ്റ് ലിമിറ്റഡാണ് വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. കായംകുളം KPSC ജംഗ്ഷന് സമീപം ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ഓടയ്ക്കടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചു. കായംകുളം നിറയിൽമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൂർനാട് പാലമേൽ സ്വദേശി ആരോമലാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആരോമലും മറ്റ് 2 സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്ന ബൈക്ക് സർവീസ് റോഡിന് കുറുകെ ഓടയ്ക്കായി നിർമ്മിച്ച കുഴിയിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ദേശീയപാത 66-ൽ കായംകുളം KPSC ജംഗ്ഷന് സമീപം ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത ഓടയിലേക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞാണ് യുവാവ് മരിച്ചത്. കായംകുളം നിറയിൽമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന നൂർനാട് പാലമേൽ എരിമക്കുഴി ബാലൻപറമ്പിൽ മഹേഷ് ബാബുവിന്റെ മകൻ 23-കാരനായ ആരോമലാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. ആരോമലും 2 സുഹൃത്തുക്കളും സഞ്ചരിച്ച വാഹനം സർവീസ് റോഡിന് കുറുകെ ഓടയ്ക്കായി നിർമ്മിച്ച കുഴിയിലേക്ക് മറിയുകയായിരുന്നു. 2 വർഷത്തിന് മുമ്പ് തുറന്നിട്ടിട്ട് കുറേ നാളിങ്ങനെ കിടന്ന് ആദ്യമേ ഇതിനകത്ത് വെള്ളം നിറയുന്ന തുറന്നിട്ടിട്ട് പോകും. 2 ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ പണിയില്ല. അത് കഴിയുമ്പോൾ വരുന്നുണ്ടെ ഈ ഓട മൊത്തം വെള്ളമായിരിക്കും. പിന്നെ അവന്മാർ കോരി പറ്റിച്ചിട്ട് ഈ അയ്യത്തോടായിരിക്കും ഞങ്ങളുടെയൊക്കെ പറമ്പിലോട്ട് വരും ഈ വെള്ളം. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും പറ്റിച്ചിടും, വീണ്ടും മഴയാവും. അവിടെ ഇവിടെ സിഗ്നലുകളൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അപ്പം നേരെ വരുന്നവരോ പരിചയമില്ലാത്ത ഒരാൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡയറക്റ്റ് നേരെ പോകത്തേ ഉള്ളൂ. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാന്ന് ചോദിച്ചത് സ്ട്രെയിറ്റ് ആയിട്ട് കയറിയോ ഇതിപ്പോ ഒരു 6 മാസമായി. ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ വാട്ടർ അതോറിറ്റി ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. അവർ തുടക്ക സമയത്ത് തുറന്നിട്ട സമയത്ത് വെച്ച് അത് കഴിഞ്ഞ് അവരിങ്ങോട്ട് ശ്രദ്ധിക്കാതെയായി. ഒരു 3 മാസത്തേക്ക് മുമ്പ് ഞാൻ ഈ ഒരു വീപ്പ് കൊണ്ടുവന്ന് ആ ഓട ഇപ്പൊ അപകടം നടന്നതിന്റെ അടുത്ത് കൊണ്ടുവച്ചത്. അത് ഈ ഇരിക്കുന്ന ഇത് മാത്രം അത് ഞാനെടുത്ത് വെച്ചതാ.
ഉടൻ തന്നെ നാട്ടുകാർ ആരോമലിനെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. യാത്രാമധ്യേയായിരുന്നു മരണം. ന്യൂസ് ബ്യൂറോ, കായംകുളം. ആദിച്ചനല്ലൂർ ഫാർമേഴ്സ് സൊസൈറ്റിയിൽ വളമിറക്കാൻ വന്ന ലോറി ഡ്രൈവറെയും ക്ലീനറെയും മർദ്ദിച്ചു. INTUC തൊഴിലാളികളാണ് ഇവരെ മർദ്ദിച്ചത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സംഭവത്തിൽ ഇരു കൂട്ടരും ചാത്തന്നൂർ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക്. കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേർ അറസ്റ്റിലായി. മഞ്ഞപ്പാറ സ്വദേശികളായ അനസ്, നാസിം, കടക്കൽ ആനപ്പാറ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 3 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ഞപ്പാറ ഷാജഹാൻ മൻസിലിൽ അനസ്, കടക്കൽ ആനപ്പാറ ഫൗസിയ മൻസിലിൽ ഫൈസൽ, മഞ്ഞപ്പാറ നാസിം മൻസിലിൽ നാസിം എന്നിവരാണ് പിടിയിലായത്. മൂവരും ഏരൂർ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 15 രാവിലെയായിരുന്നു സംഭവം. വിളക്കുപാറ, അഞ്ചൽ, കടക്കൽ, ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജ്മി ബസിലെ കണ്ടക്ടറായ റാഷിദ് മൻസിലിൽ റാഷിദിനെയാണ് ഇവർ മർദ്ദിച്ചത്. അക്രമം നടന്ന സ്ഥലത്ത് ബൈക്കിലും സ്കൂട്ടറിലുമായി എത്തിയ 4 അംഗ സംഘം ബസിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബസ് ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചത്. പ്രണയത്തിലായിരുന്ന പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് മർദ്ദിച്ചതെന്നും ബസിൽ നിന്നും വലിച്ചിറക്കി റബ്ബർ കമ്പ് ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നും റാഷിദ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ ഒളിവിൽ പോവുകയായിരുന്നു. വ്യാഴാഴ്ചയാണ് ഏരൂർ സ്റ്റേഷനിലെത്തി ഇവർ കീഴടങ്ങിയത്. കേസിലെ മറ്റൊരു പ്രതിയായ മഞ്ഞപ്പാറ സ്വദേശി നജീബ് നേരത്തെ കോടതിയിൽ നിന്നും ജാമ്യം നേടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാസ്ക് നിർബന്ധമാക്കി പുനലൂർ താലൂക്ക് ആശുപത്രി. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കിയത്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് മാസ്ക് നിർബന്ധമാക്കിയത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കിയത്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങി ആശുപത്രിയിലെത്തുന്ന രോഗികൾ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മാസ്ക് നിർബന്ധിതമാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഇതുവരെയും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സൂക്ഷ്മ നിരീക്ഷണവും ആരോഗ്യവകുപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. പനി, ശ്വാസകോശ അണുബാധ തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും COVID-19 പരിശോധനയും നിർബന്ധമാക്കി. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവെങ്കിൽ RT-PCR ചെയ്യണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാറ്റാടിമര ശിഖരത്തിൽ നൂലിൽ കുരുങ്ങിക്കിടന്ന പരുന്തുകളെ അഗ്നിരക്ഷാ സേനാ സംഘം രക്ഷപ്പെടുത്തി. കൊല്ലം പോർട്ടുപള്ളിയുടെ കോമ്പൗണ്ടിൽ 60 അടിയോളം ഉയരമുള്ള കാറ്റാടി മരത്തിന്റെ ഉയർന്ന ചില്ലയിലാണ് 3 ദിവസത്തോളം 2 പരുന്തുകൾ നൂലിൽ കുരുങ്ങിക്കിടന്നത്. ഇരിഞ്ഞ ഭാഗത്ത് മുമ്പോട്ട് കേറിയില്ല. അത് തന്നെ വലിച്ചോ, അത് തന്നെ ഇരിച്ചാൽ കിട്ടോ. അത് തന്നെ, അത്രേ ഉള്ളു. കൊല്ലം പോർട്ടുപള്ളിയുടെ പരിസരത്തെ 60 അടിയോളം ഉയരമുള്ള കാറ്റാടി മരത്തിന്റെ ഉയർന്ന ചില്ലയിലാണ് 3 ദിവസത്തോളമായി 2 പരുന്തുകൾ നൂലിൽ കുരുങ്ങിക്കിടന്നത്. അഗ്നിരക്ഷാ സേനാ സംഘം എത്തിയാണ് പരുന്തുകളെ രക്ഷപ്പെടുത്തിയത്. കൊല്ലം ചാമക്കട നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷഫീഖ മരത്തിൽ കയറി അതിസാഹസികമായാണ് പരുന്തുകളെ രക്ഷപ്പെടുത്തിയത്. സ്റ്റേഷൻ ഓഫീസർ D ഉല്ലാസിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ W പ്രസാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ഷഫീഖ, ഫൈസൽ, ബിബിൻ മാത്യു, സജീവ്, ബിജു എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ പാപ്പന്നൂർ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം. TB ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധം.
നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ച TB ജംഗ്ഷൻ പാപ്പന്നൂർ ഇടമൺ റോഡിൽ വാഴമൺ ഭാഗത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവൃത്തികൾ നിലച്ചതിൽ പ്രതിഷേധിച്ച് പുനലൂർ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് തടയൽ സമരം നടന്നു. പുനലൂർ TB ജംഗ്ഷനിൽ നടന്ന റോഡ് തടയൽ സമരം പുനലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് C. വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഐക്കരക്കോണം പൂങ്കോട് ജംഗ്ഷൻ അപ്പുറം മുതൽ താഴേക്കടവാതിക്കൽ പാലം വരെയുള്ള ഏതാണ്ട് 385 മീറ്റർ ദൂരം ആ പ്രദേശത്തുള്ള 1-2 വ്യക്തികൾ പരാതി പറഞ്ഞു. അവർ റോഡിന് വീതി കൂട്ടുന്നതിന് തടസ്സമുന്നയിച്ചു. അവരുടെ വീട് നഷ്ടപ്പെടുന്നുവെന്ന് പരാതി പറഞ്ഞതിന്റെ പേരിൽ ആ ഭാഗം ഉപേക്ഷിച്ചങ്ങ് മുങ്ങി പൊതുമരാമത്ത് വകുപ്പ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിന് എവിടെയെല്ലാം സ്ഥലം ഏറ്റെടുക്കണമോ, വികസന പ്രവർത്തനങ്ങൾക്കടക്കം എവിടെയെങ്കിലും സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ അതിന് അധികാരമുണ്ട് എന്നിരിക്കെ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് എന്നിരിക്കെ, മലയോര ഹൈവേക്ക് വേണ്ടി കോൺഗ്രസുകാരുടെയും ഐക്യജനാധിപത്യ മുന്നണിക്കാരുടെയും വീടും അവരുടെ പറമ്പും മുഴുവൻ ഏറ്റെടുക്കുകയും ഇടതുപക്ഷ മുന്നണിക്കാരുടെ പലരുടെയും വീട് സംരക്ഷിതമായി നിർത്തുകയും ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പക്ഷപാതം കാണിക്കുന്നു. അത്തരം കാര്യത്തിൽ അങ്ങനെ എടുത്തിട്ടുള്ള ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പും ഇവിടെ 400 മീറ്ററോളം ദൂരം ഉപേക്ഷിച്ചും കടന്നു കളഞ്ഞു. അവിടെ ആരോ പരാതി പറഞ്ഞ് അവരുടെ വീട് നഷ്ടപ്പെടുന്നുവെന്ന്. പക്ഷേ അത് പരിഹരിക്കാൻ രാവിലെയും വൈകുന്നേരത്തും ഉച്ചയ്ക്കും രാത്രിയിലുമെല്ലാം എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവലോകന യോഗങ്ങൾ കൂടുന്ന പുനലൂരിന്റെ MLA അവിടെ അവലോകന യോഗം കൂടി. പക്ഷേ അവലോകന യോഗം കൂടിയപ്പോൾ പരാതി പറഞ്ഞ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലറുടെ ഏറ്റവും അടുത്ത ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ചില ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾ പരാതി പറഞ്ഞപ്പോൾ പണി ഉപേക്ഷിച്ചു പോയി. MLA ഉൾപ്പെടെ ആളുകൾ. എന്തൊരു വിരോധാഭാസമാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TS ഷൈൻ അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ പുനലൂരിനെ അവഗണിക്കുന്ന സമീപനമാണ് MLA സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി റോഡ് പണി പൂർത്തിയാക്കി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള ശക്തമായ സമരങ്ങളിലേക്ക് നീങ്ങുമെന്നും പ്രസിഡന്റ് C. വിജയകുമാർ അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ആകെ 350 മീറ്ററോളം ദൂരത്തിൽ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡിൽ ഇനിയും 20 മീറ്റർ ദൂരം ഭൂമിയുടെ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയാക്കേണ്ടത്. ഭൂമി വിട്ടുകിട്ടാത്തതിനാലാണ് നിർമ്മാണ പ്രവൃത്തികൾ നീണ്ടുപോകുന്നത്. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവെങ്കിലും അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. വാഴമൺ ഭാഗത്തായിരുന്നു സ്ഥലം ഏറ്റെടുക്കുന്ന തർക്കം മൂലം പ്രവൃത്തികൾ നടക്കാതിരുന്നത്. 3 വർഷങ്ങൾക്കു ശേഷം അധികൃതരുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി വാഴമൺ ഭാഗത്തെ പ്രവൃത്തികൾ കരാർ നൽകി ആരംഭിക്കുകയും ചെയ്തു. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് വീണ്ടും തർക്കമുണ്ടാവുകയും പല സമയങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടതായും വന്നു. എന്നാൽ എല്ലാം പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുമ്പോഴാണ് ഭൂമി വിട്ടുകിട്ടാത്തതിൽ പുതിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊച്ചിയിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കൊല്ലം തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത് അവസാന ഘട്ടത്തിലേക്ക്. 44 കണ്ടെയ്നറുകളായിരുന്നു കൊല്ലം തീരത്തടിഞ്ഞത്. ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത്. കൊല്ലം തീരത്തടിഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 27 എണ്ണമാണ് കൊല്ലം പോർട്ടിലേക്ക് മാറ്റിയത്. കരക്കടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഭൂരിഭാഗവും പൂർണ്ണമായും തകർന്നടിഞ്ഞ നിലയിലായിരുന്നു. ഇവയെല്ലാം JCBയും ക്രെയിനും ഉപയോഗിച്ച് വലിച്ച് കരയ്ക്കെത്തിച്ച് റോഡ് മാർഗമാണ് പോർട്ടിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പല സ്ഥലങ്ങളിലും അപ്രോച്ച് റോഡ് ഇല്ലാത്തത് കണ്ടെയ്നർ നീക്കം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും നാട്ടുകാരുടെ സഹായത്തോടെയാണ് നീക്കം ചെയ്യൽ പൂർത്തിയാക്കിയത്. നമ്മളിത് കരുത്തുറ IRE എടുക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്തത്. IRE മുതൽ നീണ്ടകര പോർട്ട് വരെയുള്ളത് ഈ ഇവിടെ ഇരിക്കുന്ന 3 കണ്ടെയ്നറുകൾ എടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. ആക്ച്വലി IRE പുത്തൻതുറ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെ ഇടയിലൊക്കെ കുറച്ച് അപ്രോച്ച് റോഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഹൈലി റിസ്ക് ആയിട്ടുണ്ടായിരുന്ന അവസ്ഥയായിരുന്നു. എങ്കിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ടീമുണ്ട്. ഇദ്ദേഹം നമ്മുടെ റിഗർ ഫോർമാനാണ് മിസ്റ്റർ റോയ്. പുള്ളിയും നമ്മുടെ ടീമെല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ ഹെവി ഇറക്ടേഴ്സ് ആണ് ഓൾറെഡി. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ്. വളരെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഇത് ചെയ്തുകൊണ്ട് തന്നെ ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത്. കണ്ടെയ്നറിലെ അവശിഷ്ടങ്ങൾ കടലിലും തീരത്തും അവശേഷിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലത്ത് മാനേജിംഗ് ഡയറക്ടർ സനൽ ഭാസ്കറിന്റെ നേതൃത്വത്തിൽ ഡീപ്പ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത്. കൊല്ലം തീരത്തടിഞ്ഞ 44 കണ്ടെയ്നറുകളിൽ 4 എണ്ണം തുറന്നിട്ടില്ലായിരുന്നു. 10 ദിവസത്തിനകം കണ്ടെയ്നറുകൾ പൂർണ്ണമായും നീക്കം ചെയ്യും. കൊല്ലം പോർട്ടിലെത്തിക്കുന്ന കണ്ടെയ്നറുകൾ കസ്റ്റംസിന് കൈമാറും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായി അഞ്ചൽ ഓലിയരികെ വെള്ളച്ചാട്ടം ശുചീകരിച്ചു. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി. DYFIയുടെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്.
ഡിവൈഎഫ്ഐയുടെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി വാരാചരണ പരിപാടികൾ ആരംഭിച്ചത്. ഇതിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ഓലിയരിക് ടൂറിസത്തിൽ നടത്തി. ഓലിയരിക് വെള്ളച്ചാട്ടം ശുചീകരിച്ചും സൗന്ദര്യവൽക്കരണം നടത്തിയുമായിരുന്നു ഉദ്ഘാടനം. ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് എസ് ഷബീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ ഓലിയരിക് ടൂറിസം സൗന്ദര്യവൽക്കരണം ഉദ്ഘാടനം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അഞ്ചൽ ബ്ലോക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഓലിയരിക് വെള്ളച്ചാട്ടം ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വെള്ളച്ചാട്ടത്തിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അമ്യൂണിറ്റി സെൻ്ററിൻ്റെ അടക്കമുള്ള ഈ പാതയോരങ്ങളിൽ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ടൂറിസം കേന്ദ്രത്തെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ലോക പരിസരത്തുണ്ടെന്ന് വെച്ച് വൃക്ഷത്തൈകൾ നടന്ന ഒരു ക്യാമ്പയിൻ എല്ലാ കാലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്നു. എന്നാൽ ഈ വർഷം ഡിവൈഎഫ്ഐ ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാസ്റ്റിക് അടക്കമുള്ള കുപ്പികൾ നമ്മുടെ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും എല്ലാം വലിച്ചെറിയുകയും അത് വലിയ മലിനീകരണ ഭീഷണി നേരിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മലിനീകരണം ഒഴിവാക്കുവാനുള്ള ഒരു സന്ദേശം ലോക പരിസ്ഥിതി ദിനത്തിൽ ഡിവൈഎഫ്ഐ നാട്ടിലെ ജനങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് പ്രസിഡന്റ് എസ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ്, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഗോകുൽ, ശിഖാപത്മൻ, നസ്ലീം, അനന്തു, നജുമൽ, SFI ഭാരവാഹികളായ ബുഹാരി, അതുൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാകുന്നു. തകരാറുകൾ പരിഹരിച്ച ശേഷവും ശ്മശാനം തുറന്നു നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. പുനലൂരുകാർ ഇപ്പോൾ തെന്മല ഗ്രാമപഞ്ചായത്തിലോ കൊല്ലം പോളയത്തോട്ടിലേക്കോ മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. അത്യാധുനിക സംവിധാനങ്ങളോടെ 12 വർഷം മുമ്പ് തുടങ്ങിയതാണ് പുനലൂർ നഗരസഭയുടെ വാതക ശ്മശാനം. ഉദ്ഘാടന ശേഷം ഇടയ്ക്ക് പ്രവർത്തനം നിലച്ചു. 2018 ആധുനിക സംവിധാനങ്ങളോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. ഏറെ കഴിയും മുമ്പ് ഫർണസുകൾക്ക് തകരാറ് സംഭവിച്ചു. ഫർണസുകളുടെ തകരാറുകൾ പരിഹരിക്കുന്നതിനായി 17,10,000 രൂപ ചിലവഴിച്ചു. നവീകരണം പൂർത്തിയാക്കിയതിന് പിന്നാലെ വീണ്ടും പ്രവർത്തനം നിലച്ചു. വീണ്ടും 9 ലക്ഷം രൂപ ചിലവഴിച്ച് മെയിൻ്റനൻസ് നടത്തി. മെയിൻ്റനൻസ് പൂർത്തിയാക്കിയതിനു ശേഷം മാസങ്ങളായി ശ്മശാനം അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ശ്മശാനം സ്മൃതി കുടീരം എന്നൊക്കെ പേരിൽ വലിയ കൊട്ടിഘോഷിച്ച് ആഘോഷങ്ങൾ നടത്തിയ ശ്മശാനം ഇന്ന് ശ്മശാനമൂകമായി കിടക്കുകയാണ്. ഇന്ന് പുനലൂർ നഗരസഭാ പ്രദേശത്ത് മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ അടക്കം ചെയ്യാൻ കഴിയാത്ത മാർഗമില്ലാത്ത ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ കൊണ്ട് തെന്മല പഞ്ചായത്തിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. മാത്രമല്ല, പുനലൂർ പട്ടണത്തിലെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന അനാഥ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ മാർഗമില്ലാത്തവയെല്ലാം തെന്മലയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. ഈ ശ്മശാനത്തിൻ്റെ നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേട് വന്നുണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷം ശക്തമായ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഇതെല്ലാം അന്ന് ഹാബിറ്റാറ്റ് ഏജൻസിയെ കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. അതിന് യാതൊരു ടെൻഡറില്ല, യാതൊരു കൊട്ടേഷനില്ല. നേരിട്ട് നഗരസഭ ഹാബിറ്റാറ്റിന് നേരിട്ട് കൊടുത്ത കൊട്ടേഷൻ. അന്ന് തന്നെ വലിയ ക്രമക്കേടുകൾ അതിനകത്തുണ്ടായിരുന്നു. അതിലെ അത്യാധുനിക സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലായിരിക്കുന്നു. അത് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു. 4 തവണയാണ് അത് കോടിക്കണക്കിന് രൂപ മുടക്കി, ലക്ഷക്കണക്കിന് രൂപ മുടക്കി മെയിൻ്റനൻസ് ചെയ്തത്. ഇപ്പോഴും ഉപയോഗയോഗ്യമല്ലാത്ത നിലയിൽ പുനലൂർ നഗരസഭയ്ക്ക് ഒരു കീറാമുട്ടിയായി പ്രതിവർഷം ലക്ഷങ്ങൾ ചിലവഴിക്കണം. അന്ന് AMC വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ഹാബിറ്റാറ്റിനെ ഏൽപ്പിച്ച് അതിൻ്റെ പേരിൽ കൊള്ള നടത്തുവാനായിരുന്നു നഗരസഭ അന്ന് തീരുമാനിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന തകരാറുകൾ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മെയിൻ്റനൻസ് എടുത്ത കരാറുകൾ ഒരു സ്ക്രൂ പോലും മാറ്റാതെ ബില്ല് മാറിപ്പോയി എന്ന പ്രതിപക്ഷാരോപണം സാധിക്കുന്ന നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. മൃതദേഹം തെന്മലയിലേക്കോ കൊല്ലത്തേക്കോ സംസ്കരിക്കാനായി കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ പുനലൂർകാർക്ക്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 18 ദിവസമായി കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്നു. നടപടി സ്വീകരിക്കാതെ വാട്ടർ അതോറിറ്റി. നാട്ടുകാർ കൊല്ലം വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. കൊല്ലം കോർപ്പറേഷനിലെ മരുത്തടി 1-ാം വാർഡിലെ ജനങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലയുന്നത്.
അവസാന ഘട്ടത്തിലേക്ക്. ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം. പത്തനാപുരം തച്ചക്കോട് ജനവാസ മേഖലയിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. പ്രധാന പാതയിൽ നിലയുറപ്പിച്ച് കാട്ടാനക്കൂട്ടം. കൊല്ലം വിളക്കുപാറയിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവം. ഒളിവിലായിരുന്ന 3 പേർ കീഴടങ്ങി. മഞ്ഞപ്പാറ സ്വദേശികളായ അനസ്, നാസിം, കടക്കൽ ആനപ്പാറ സ്വദേശി ഫൈസൽ എന്നിവരാണ് അറസ്റ്റിലായത്. മൂവരും ഏലൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.